എല്ലാവർക്കും നമസ്കാരം. നന്ദവേദ യോഗ സെന്ററിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വീഡിയോ ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും കാണുന്നുണ്ട്, ഓരോരുത്തർ ലൈക്ക് ചെയ്യുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കൂ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇന്ന് ചോദിച്ചിട്ടുള്ളൊരു കാര്യം, ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഈ പുറകിൽ കാണുന്ന ഈ ബോൾ എന്തിനാ യൂസ് ചെയ്യണമെന്ന്. യോഗയായിട്ട് ഇതിനെന്താ ബന്ധം? യോഗയായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഇത് ഇപ്പൊ നമ്മുടെ ഒരു പുതിയ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു എക്സസൈസ് എക്യുപ്മെന്റ് ആണ് ഇത്. ജിം ബോൾ എന്നാണ് ഇതിന് പറയുക. നമ്മളിതിവിടെ യൂസ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ, ഇവിടെ പ്രാക്ടീസ് ചെയ്യണവർക്ക് അവർക്കൊരു സ്പൈനൽ കോഡ് ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. നമുക്ക് ഈ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതിവിടെ കൊടുക്കാറ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നടുവിന് നല്ലൊരു റിലീഫ് കിട്ടും. പക്ഷെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇത് ആരെങ്കിലും ഇപ്പോൾ വീട്ടിലൊക്കെ വാങ്ങിച്ച് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം ഇത് തെന്നി വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഈ എൽബോൺ ആദ്യം പോയി ഇടിക്കുക. സോ കെയർഫുൾ, ഒരു ബാലൻസ് കിട്ടാണ്ട് അതിന്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരാൾ ചോദിച്ചിട്ടുള്ളത്, നമുക്ക് മെഡിറ്റേഷൻ്റെ വീഡിയോ ചെയ്യോ, മെഡിറ്റേഷൻ പഠിക്കാനുള്ള വീഡിയോ ചെയ്യോ എന്നുള്ളതാണ്. മറ്റു ആസനങ്ങൾ ചെയ്യുന്ന പോലെ മെഡിറ്റേഷൻ ഒരു വീഡിയോയിൽ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതൊരു പ്രാക്ടീസാണ്. ഇപ്പം നമ്മൾ നീന്തൽ പഠിക്കുക, അതുപോലെ സൈക്കിൾ ബാലൻസ്, അതുപോലെ ഒരു ബാലൻസ് കിട്ടലാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ശ്രമിക്കാം. നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അത് വേണമെന്നുണ്ടെങ്കിൽ. അപ്പം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ. പിന്നെ അതുപോലെ ഡയറ്റിനെ കുറിച്ചിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഞാൻ അങ്ങനെ ഡയറ്റ് പ്ലാൻ ഒന്നും പറഞ്ഞു കൊടുക്കാറില്ല. അത്ര ഒരു ഭയങ്കരമായിട്ട് പറയാൻ അറിയണ ഒരാളുമല്ല ഞാൻ. എനിക്ക് അറിയണ കാര്യങ്ങൾ പറഞ്ഞുതരാം. എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യണ കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാവരും ക്ലാസ്സിന് ചേരുക. 1 മണിക്കൂർ നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യൂ. എത്രയോ സമയം നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോകണം. അതെല്ലാം നമുക്ക് ഈ വ്യായാമത്തിൽ കൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഒരാൾ കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ബാക്കിലത്തെ സ്ക്രീൻ മാറ്റി പ്ലെയിൻ വൈറ്റ് ആക്കാൻ പറ്റുമെന്ന്. ഈ പ്ലെയിൻ വൈറ്റ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എനിക്കിവിടെ. കാരണം എല്ലാവരും തരം റാഡ് വെച്ചിരിക്കുകയാണ്. ആകെ ഉണ്ടായിരുന്നൊരു സ്ഥലം എന്താണ് ബ്ലാങ്ക് ആയിട്ട്, അവിടെ നമ്മൾ ഇതിങ്ങനെ വെച്ചു. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആരോഗ്യവും സന്തോഷമൊക്കെ ഉള്ളൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നന്ദി, നമസ്കാരം.